ബുൾ അഥവാ കാള. കാളകളെ നമ്മൾ മനുഷ്യർ പല ആവശ്യങ്ങൾക്കായും വളർത്താറുണ്ട്. മാംസത്തിനായും, കൃഷി പോലെയുള്ള വ്യാവസായിക ആവശ്യങ്ങൾക്കായും, ജല്ലിക്കെട്ട് പോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുവാനുമൊക്കെയും നമ്മൾ കാളകളെ വളർത്താറുണ്ട്. എന്നാൽ ചിലരാകട്ടെ മതപരമായ ചില ആചാരങ്ങളുടെ ഭാഗമായി ഇവയെ ആരാധിക്കാറുമുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ലോകത്തിലെ ഏറ്റവും വലിയ 9 കാളവർഗത്തെക്കുറിച്ചാണ്. ബ്രഹ്മ ബുൾ. ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു കാളവർഗമാണ് ബ്രഹ്മ ബുൾ. മുൻപേ സൂചിപ്പിച്ച സംസ്ഥാനങ്ങളെ കൂടാതെ അമേരിക്കയിലും ഇവ ധാരാളമായി കാണപ്പെടുന്നു. 1885-ൽ അമേരിക്കയിൽ നിന്നുമാണ് ഇവയെ കണ്ടെത്തിയത്. പൊതുവെ വളരെയധികം ശാന്തസ്വഭാവക്കാരാണ് ഈ കാളകൾ. എന്നാൽ യാതൊരുവിധ കാരണവുമില്ലാതെ ഇവയെ നമ്മൾ ആക്രമിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അഗ്രസീവാകുന്ന ഒരിനം കാള കൂടിയാണ് ബ്രഹ്മ ബുൾ. മാംസത്തിനായാണ് പുറം രാജ്യങ്ങളിൽ ഇവയെ കൂടുതലായും വളർത്തുന്നത്. സിബി ബൻഗാരി. പാകിസ്ഥാനിൽ കണ്ടുവരുന്ന ഒരിനം കാളയാണിത്. ഇവയുടെ ഉയരം തന്നെ ഒരു മനുഷ്യനേക്കാളും 10 മടങ്ങാണ്. 1600 കിലോ വരെ ഭാരമുണ്ടാകും ഇവയ്ക്ക്. മുൻപേ സൂചിപ്പിച്ച ബ്രഹ്മ കാളകളെക്കാളും 10 മടങ്ങ് വലിപ്പമാണ് ഇവയ്ക്കുള്ളത്. ഈ ഇനത്തിൽപ്പെട്ട കാളകൾ പൊതുവെ തനി വെള്ള നിറത്തിലാണ് കാണപ്പെടുക. അൽബിനോ ഗൗർ. ഇന്ത്യയിലെ വനപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരിനം കാളവർഗമാണ് അൽബിനോ ഗൗർ. വൈറ്റ് ബൈസൺ എന്ന മറ്റൊരു പേരിലും ഇവ അറിയപ്പെടാറുണ്ട്. ഇന്ത്യയിൽ തമിഴ്നാട്ടിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത്. വനപ്രദേശങ്ങളിൽ കൂട്ടമായി ജീവിക്കുന്ന ഈ ഇനം കാളകളുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞു വരികയാണ്. 1929-ൽ വംശനാശം നേരിടുന്ന മൃഗങ്ങളുടെ പട്ടികയിൽ ഇവ ചേർക്കപ്പെട്ടിട്ടുമുണ്ട്. ഇവ ശരാശരി 1300 കിലോഗ്രാമോളം വരെ ഭാരം വയ്ക്കാറുണ്ട്. 8 അടി മുതൽ 12 അടി വരെ നീളവുമുണ്ടാകും ഈ ഇനം കാളകൾക്ക്. കാങ്കേയം ബുൾ. കോയമ്പത്തൂരിനടുത്തുള്ള കാങ്കേയം എന്ന സ്ഥലമാണ് ഈ ഇനം കാളകളുടെ ജന്മദേശം. ഇതുകൊണ്ടാണ് ഇവയ്ക്ക് കാങ്കേയം കാളകൾ എന്ന പേര് ലഭിച്ചത്. തമിഴ്നാട്ടിലെ പാരമ്പര്യ മത്സര ഇനമായ ജല്ലിക്കെട്ടിൽ മത്സരിക്കുക ഈ ഇനം കാളകളാണ്. കൂർത്ത് നീണ്ട കൊമ്പും നല്ല ചുറുചുറുക്കുള്ള ശരീരഘടനയുമുള്ള ഈ ഇനം കാളകൾ വളരെയധികം അപകടകാരികളാണ്. ജെർസി ബുൾ. പൊതുവെ എല്ലാത്തരം ഇനത്തിൽപ്പെട്ട കാളകളും തനിക്ക് ആക്രമണം നേരിട്ടു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് തൻ്റെ എതിരാളിയെ ആക്രമിക്കുക. എന്നാൽ ഈ ഇനം കാളകൾ നേരെ മറിച്ചാണ്. തന്നെ ആര് ആക്രമിച്ചാലും ഇല്ലെങ്കിലും ഇവ തൻ്റെ എതിരാളിയെ ആക്രമിക്കുന്നതായിരിക്കും. തൻ്റെ എതിരാളിയെ ആക്രമിക്കുവാൻ തുടങ്ങിയാൽ എതിരാളി തോൽവി സമ്മതിക്കുന്നതുവരെ ഇവ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ബ്രിട്ടീഷിലാണ് ഇവ ധാരാളമായി കാണപ്പെടുന്നത്. 850 കിലോ വരെ ഭാരമുണ്ടാകും ഇവയ്ക്ക്. ഇവ മനുഷ്യരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചിയ നിന ബുൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കാളവർഗമാണിത്. മുൻപേ സൂചിപ്പിച്ച ബ്രാഹ്മ കാളകൾ സിബി ബൻഗാരി കാളയൊക്കെക്കാളും 10 മടങ്ങ് വലിപ്പമാണ് ഇവയ്ക്കുള്ളത്. ഇറ്റലിയിലാണ് ഈ ഇനത്തിൽപ്പെട്ട കാളകൾ കൂടുതലായും കാണപ്പെടുന്നത്. ഡുനറ്റോ എന്ന് പേരുള്ള ചിയനിന കാളയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാളയെന്ന് പറയപ്പെടുന്നു. ഇതിനേകദേശം 1840 കിലോ വരെ ഭാരമുണ്ടായിരുന്നു. വളരെ പഴക്കമേറിയ കാളയിനം കൂടിയാണ് ചിയനിന കാളകൾ. പല യൂറോപ്യൻ നാടുകളിലും ഇവയെ കൃഷി ആവശ്യങ്ങൾക്കായും മാംസത്തിനുമായുമൊക്കെ വളർത്തിവരുന്നു. ടെക്സാസ് ലോങ് ഹോൺ. അമേരിക്കയിലെ ടെക്സാസ് എന്ന പ്രദേശത്ത് ധാരാളമായി കാണപ്പെടുന്ന ഒരിനം കാളയാണിത്. ഇവയുടെ പേര് കേട്ടതുപോലെ തന്നെയാണ് ഇവയുടെ കൊമ്പിൻ്റെ നീളവും. ഒരു കൊമ്പിൻ്റെ തുമ്പറ്റം മുതൽ മറ്റൊരു കൊമ്പിൻ്റെ തുമ്പറ്റം വരെയുള്ള നീളം 7 അടി വരെയുണ്ടാകും. സാധാരണ ഒരു മനുഷ്യൻ്റെ ഉയരത്തേക്കാൾ നീളമുണ്ട് ഇവയുടെ കൊമ്പുകൾക്ക്. ഇവ കൂട്ടമായി നടക്കുന്ന സമയത്ത് കൂട്ടത്തിലുള്ള ഓരോ കാളകളുടെയും കൊമ്പുകൾ തമ്മിൽ ശരീരത്തിൽ കൊള്ളുകയും ഇതുകാരണം വലിയ തോതിലുള്ള മുറിവേൽക്കുകയും ചെയ്യാറുണ്ട്. പൂർണ്ണ വളർച്ചയെത്തിയ ടെക്സാസ് ലോങ് ഹോൺ ഇനത്തിൽപ്പെട്ട ഒരു കാള 900 കിലോ വരെ ഭാരമുണ്ടാകും. വ്യാവസായിക ആവശ്യങ്ങൾക്കായാണ് ഇവയെ കൂടുതലായും വളർത്തിവരുന്നത്. വാട്ടുസി ബുൾ. നമ്മളിൽ ചിലരെങ്കിലും സാധാരണ കാളകളെ കാണുമ്പോൾ ചെറുതായൊന്ന് പേടിക്കാറുണ്ട്. എന്നാൽ വാട്ടുസി ബുൾ ഇനത്തിൽപ്പെട്ട ഈ കാളകളെ കണ്ടാൽ ആ പേടി വലുതാവുന്നതായിരിക്കും.
ഇവയെ ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ ആരായാലും ഒന്ന് പേടിക്കുന്നതായിരിക്കും. അതിന് പ്രധാന കാരണം കൂർത്ത് നീണ്ടുവളഞ്ഞ ഇവയുടെ ഈ കൊമ്പുകൾ തന്നെയാണ്. വളരെയധികം ആക്രമകാരികളാണ് ഈ ഇനം കാളകൾ. മരത്തിന്റെ തടിയോട് രൂപസാദൃശ്യമുള്ള ഇവയുടെ ഈ കൊമ്പുകൾക്ക് 20 ഇഞ്ച് ചുറ്റളവും കൊമ്പുകളുടെ ഇടയിലുള്ള നീളം 8 അടിയുമാണ്. 730 കിലോഗ്രാമോളം ഭാരമുണ്ടാകും ഇവയ്ക്ക്. ബെൽജിയൻ ബുൾ കാഴ്ചയിൽ ഒരു ബോഡി ബിൽഡറുടെ ശരീരത്തിനോട് രൂപസാദൃശ്യമുള്ളതാണ് ഇവയുടെ ശരീരഘടനയെന്ന് പറയുന്നത്. ഈ ഇനത്തിൽപ്പെട്ട കാളകളെ കാണുമ്പോൾ വർഷങ്ങൾ കൊണ്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തതുപോലെയൊക്കെ തോന്നാം. ഒറ്റനോട്ടത്തിൽ ഇവയെ കാണുമ്പോൾ ആരായാലും ഒന്ന് പേടിക്കുമെങ്കിലും ഈ ഇനം കാളകൾ ആക്രമകാരികളല്ല. 1700 കിലോ വരെ ഭാരമുണ്ടാകും ഇവയ്ക്ക്. മാംസത്തിനു വേണ്ടി മാത്രമാണ് ഇവയെ വളർത്തി വരുന്നത്.